So the next topic we are going to discuss is bleeding disorders. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹീമോസ്റ്റാസിസിനെ പറ്റി പഠിച്ചു, അതായത് എങ്ങനെയാണ് ബ്ലീഡിങ് സ്റ്റോപ്പ് ആവുന്നത് എന്നുള്ളത്, ഫിസിയോളജിക്കലി എങ്ങനെ ബ്ലീഡിങ് സ്റ്റോപ്പ് ആവുന്ന ഒരു ഇഞ്ചുറിയിൽ നിന്നും. അപ്പോൾ ഇതിൽ നമ്മൾ അതിനെ പറ്റിയിട്ടുള്ള ഡിസോർഡേഴ്സാണ്. ബ്ലീഡിങ്ങിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ, അതായത് ബ്ലീഡിങ് നിൽക്കാത്ത കണ്ടീഷൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ബ്ലീഡിങ് ഡിസോർഡേഴ്സിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. So the three main bleeding disorders we are going to discuss here are hemophilia, Purpura and von Willebrand disease. ഇങ്ങനെ മൂന്നെണ്ണമാണ് ഉള്ളത്. അതിൽ ഹീമോഫീലിയ എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളൊരു ഡിസോർഡർ തന്നെയായിരിക്കും. So the first one is hemophilia. So എന്താണ് ഹീമോഫീലിയ? It is a sex-linked blood disorder caused due to the deficiency of clotting factors. Clotting factors in the absence കൊണ്ട് ഉണ്ടാവുന്ന ഒരു ഡിസോർഡർ ആണ്. അത് യൂഷ്വലി സെക്സ് ലിങ്ക്ഡ് ഡിസോർഡർ ആണ്. എക്സ് എന്ന് പറയുന്ന ക്രോമോസോമിൻ്റെ മുകളിൽ ആണ് അതിൻ്റെ ഒരു റിസസീവ് ജീന് കാണുന്നത്. അപ്പോൾ യൂഷ്വലി മെയിൽസ് ആണ് അതിൻ്റെ അസുഖക്കാരായിട്ട് വരുന്നത്. ഫീമെയിൽസ് എന്ന് പറയുന്നത് ക്യാരിയേഴ്സ് ആണ്. കാരണം ഫീമെയിൽസിന് 2 എക്സ് ക്രോമോസോം ഉണ്ട്. അപ്പോൾ ഒരു എക്സ് ക്രോമോസോമിൻ്റെ മുകളിൽ ഈ റിസസീവ് ജീൻ ഉണ്ടെങ്കിൽ മറ്റേ എക്സ് ക്രോമോസോമിൻ്റെ മുകളിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ക്യാരിയറായിട്ട് ആക്ട് ചെയ്യും. പക്ഷേ മെയിൽസിനെന്ന് പറഞ്ഞാൽ ഒരൊറ്റ എക്സ് ക്രോമോസോമേ ഉള്ളൂ, മറ്റേത് പിന്നെ വൈ ക്രോമോസോമാണ്. അപ്പോൾ ആ എക്സ് ക്രോമോസോമിൻ്റെ മുകളിൽ ഈ ഒരു ജീൻ ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഡെഫിനറ്റ് ആയിട്ടും അവർ അതിൻ്റെ ഡിസീസ് പ്രോൺ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. യൂഷ്വലി മെയിൽസ് ആർ മോർ എഫക്റ്റഡ് ദാൻ ഫീമെയിൽസ്. ദെൻ ഹീമോഫീലിയ ഈസ് ഡിവൈഡഡ് ഇൻ ടു 2 types as hemophilia A or classic hemophilia. It is the most common type of hemophilia caused due to the deficiency of clotting factor number 8. Anti-hemophilic factor എന്നുള്ള ഫാക്ടറിൻ്റെ ഡെഫിഷ്യൻസിയെ കൊണ്ട് ഉണ്ടാവുന്നതാണ് ഹീമോഫീലിയ എ എന്ന് പറയുന്നത്. ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഓൾമോസ്റ്റ് 85% ഹീമോഫീലിയ കേസസ് എല്ലാം ഹീമോഫീലിയ എ ആണ്. Then comes hemophilia B or Christmas disease, which is a rare type of hemophilia caused due to the deficiency of clotting factor number 9. Christmas factor എന്ന് പറഞ്ഞിട്ടുള്ള ഫാക്ടറിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാവുന്നതാണ്. ക്രിസ്മസ് ഫാക്ടർ എന്ന പേര് വന്നത് ക്രിസ്മസിൽ കണ്ടുപിടിച്ചത് കൊണ്ടല്ല, ക്രിസ്മസ് എന്ന് പറയുന്നൊരു ആളാണ് ഈ ഫാക്ടറിനെ കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് അതിനെ ക്രിസ്മസ് ഫാക്ടർ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അപ്പം അത് ഒരു 15% ആൾക്കാരിലും ഇതാണ് റെയർ ആയിട്ടുള്ളൊരു ടൈപ്പാണ്. ഓക്കെ, സോ ദിസ് മച്ച് അബൌട്ട് ഹീമോഫീലിയ. ദ നെക്സ്റ്റ് ബ്ലീഡിംഗ് ഡിസോർഡർ ഇസ് പെർപ്യൂറ. പെർപ്യൂറ എന്ന് പറയുന്നത് ബ്ലഡ് സ്പോട്ട്സ് അല്ലെങ്കിൽ സ്കിൻ ഹെമറേജസ് എന്നും അതിനെ പറയാറുണ്ട്. പെർപ്യൂറ ഈസ് ഓൾസോ കോൾഡ് ബ്ലഡ് സ്പോട്ട്സ് ഓർ സ്കിൻ ഹെമറേജസ്. റെഫേഴ്സ് ടു പർപ്പിൾ കളേർഡ് സ്പോട്ട്സ് അണ്ടർനീത്ത് ദ സ്കിൻ. ഈ ഡെങ്കി ഫീവറൊക്കെ വന്ന സമയത്ത് ഈ ഒരു സംഭവം, അതായത് സ്കിന്നിൽ ഒരുപാട് റെഡിഷ് കളേർഡ് സ്പോട്ട്സ് കാണുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഒരുപാട് പേര് ആ സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു ഡെങ്കി ഫീവർ വരുമ്പോൾ. അത് ഈ പെർപ്യൂറ എന്ന് പറയുന്ന കണ്ടീഷനാണ്. സ്കിന്നിൻ്റെ അടിയിൽ കുറേ ഇങ്ങനെ ബ്ലഡ് സ്പോട്ട്സ് കാണുന്നത്. ഓക്കെ, പർപ്പിൾ കളേർഡ് ആയിട്ടുള്ള സ്പോട്ട്സ് കാണുന്നത്. ആൻഡ് ഇറ്റ് ഒക്കേഴ്സ് സെക്കൻഡറി ടു ഡിക്രീസ്ഡ് പ്ലേറ്റ്ലെറ്റ് കൗണ്ട്, ദെൻ കൊയാഗുലേഷൻ ഡിസോർഡേഴ്സ് എക്സെട്ര. അപ്പോൾ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുമ്പോഴാണ് കാര്യമായിട്ടും ഈ ഒരു സംഭവം കാണുന്നത്, പെർപ്യൂറ കാണുന്നത്. ഡിക്രീസ് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് റിസൾട്ട്സ് ഇൻ പുവർ ക്ലോട്ട് റിട്രാക്ഷൻ. ക്ലോട്ട് റിട്രാക്ഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ക്ലോട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ അതകത്തേക്ക് പിന്നെ തിരിച്ചു പോകുന്നതാണ് ക്ലോട്ട് റിട്രാക്ഷൻ. അപ്പോൾ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുമ്പോൾ ക്ലോട്ട് റിട്രാക്ഷൻ ഡെഫിനറ്റ് ആയിട്ടും ഡിക്രീസ് ചെയ്യും. അതേപോലെ തന്നെ ദർ വിൽ ബി പുവർ കൺസ്ട്രക്ഷൻ ഓഫ് ഇൻജേർഡ് ബ്ലഡ് വെസൽസ് ലീഡിങ് ടു പൂളിംഗ് ഓഫ് ബ്ലഡ് അണ്ടർ ദ സ്കിൻ. ഇപ്പോൾ ഒരു ബ്ലഡ് വെസൽ ഡാമേജ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഡാമേജ്ഡ് ഏരിയയിലേക്ക് ഏറ്റവും ആദ്യം പ്ലേറ്റ്ലെറ്റ്സ് വന്ന് അറ്റാച്ച് ചെയ്യും, എഗ്രിഗേറ്റ് ചെയ്യും, എഗ്ലൂട്ടിനേറ്റ് ചെയ്യും. അങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ്. അപ്പോൾ ഈ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് അവർ സെറോട്ടോണിൻ റിലീസ് ചെയ്തിട്ട് വാസോ കൺസ്ട്രക്ഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ പ്ലേറ്റ്ലെറ്റ് ഡെഫിഷ്യൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ വാസോ കൺസ്ട്രക്ഷൻ ഉണ്ടാവില്ല. അപ്പം എന്ത് സംഭവിക്കും? കൺസ്ട്രക്ഷൻ ഇല്ലാത്തതുകൊണ്ട് അതിൽ കൂടെ ബ്ലഡ് ഇങ്ങനെ ഒഴുകിപ്പോയിക്കൊണ്ടേയിരിക്കും. അത് സ്കിന്നിൻ്റെ അടിയിലാണ്, പുറത്തേക്കല്ല, സ്കിന്നിൻ്റെ അടിയിലാണ് അതിങ്ങനെ ഒഴുകി വരുന്നത്. അപ്പോൾ കുറേ പാച്ചസ് ആയിട്ട് അല്ലെങ്കിൽ ഡോട്ട്സ് ആയിട്ട് കാണാൻ പറ്റും. അതാണ് പെർപ്യൂറ എന്ന് പറയുന്ന കണ്ടീഷൻ. ദെൻ എ റെയർ കേസ് ഓഫ് bleeding disorder is von Willebrand disease.
അപ്പോൾ ഇറ്റ് ഈസ് എൻ എക്സ്ട്രീംലി റെയർ ഡിസോർഡർ കോസ് ഡ്യൂ ടു ദി ഡെഫിഷ്യൻസി ഓർ ആബ്സെൻസ് ഓഫ് വോൺ വില്ലിബ്രാൻഡ് ഫാക്ടർ ഇൻ പ്ലേറ്റ്ലെറ്റ്സ്. അത് വോൺ വില്ലിബ്രാൻഡ് ഫാക്ടർ എന്ന് പറയുന്നത് ഇതിനകത്ത് സെൽ മെംബ്രെയിൻ്റെ ചുറ്റും കാണുന്നതാണെന്ന് പറഞ്ഞിരുന്നു, ആ ഒരു പ്ലാസ്മ മെംബ്രെയിൻ്റെ മുകളിൽ കാണുന്നത്. അപ്പോൾ ഇതാണ് പ്ലേറ്റ്ലെറ്റ് എഡ്ഹീഷന് സഹായിക്കുന്നത്. സോ ഇത് ആബ്സെൻ്റ് ആകുമ്പോൾ പ്ലേറ്റ്ലെറ്റ് എഡ്ഹീഷൻ ഓൺ റഫ് സർഫസസ് നടക്കില്ല, അതുകൊണ്ട് തന്നെ ക്ലോട്ടിംഗ് ഡിലേഡ് ആയിരിക്കും. അപ്പോൾ ഇതാണ് 3 ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ്. Now to say about the tests for bleeding disorders. Bleeding disorders കണ്ടുപിടിക്കാനുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള 2 ടെസ്റ്റുകളാണ് ബ്ലീഡിംഗ് ടൈം ആൻഡ് ക്ലോട്ടിംഗ് ടൈം. അങ്ങനെ 2 ലാബ് ടെസ്റ്റുകളാണ് നമ്മൾ സാധാരണ ചെയ്യാറ്. ബ്ലീഡിംഗ് ടൈമിന് ചെയ്യുന്ന ടെസ്റ്റിൻ്റെ പേര് ഡ്യൂക്സ് മെത്തേഡ് എന്നാണ്. ക്ലോട്ടിംഗ് ടൈമിൻ്റെ കാപ്പിലറി ട്യൂബ് മെത്തേഡ്. അങ്ങനെ 2 മെത്തേഡ്സ് ആണ് ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ ബ്ലീഡിംഗ് ടൈം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടൈം ടേക്കൺ ഫോർ ബ്ലീഡിംഗ് ഫ്രം എ സ്റ്റാൻഡർഡൈസ്ഡ് സ്കിൻ വൂണ്ട് ടു സ്റ്റോപ്പ്. അതായത് ആ ഒരു മുറിവുണ്ടായിക്കഴിഞ്ഞാൽ ആ മുറിവിൽ നിന്നും ബ്ലീഡിങ് സ്റ്റോപ്പ് ആവുന്ന ആ ടൈം, ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് ബ്ലീഡിങ് സ്റ്റോപ്പ് ആവുന്ന ഒരു ടൈം പീരീഡിനെയാണ് നമ്മൾ ബ്ലീഡിംഗ് ടൈം എന്ന് പറയുന്നത്. ആ പ്രിൻസിപ്പിൾ ഓഫ് ദിസ് ടെസ്റ്റ് ഇസ് മെഷർമെൻറ്റ് ഓഫ് പ്ലേറ്റ്ലെറ്റ് ഫംഗ്ഷൻ. പ്ലേറ്റ്ലെറ്റ്സ് സാധാരണമായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടോ എന്നാണ് മെയിനായിട്ടും ഇതിൽ നോക്കുന്നത്. ദെൻ purpose of test, screening test for disorders of platelets and for von Willebrand disease. അത് നമുക്ക് മറ്റേ ഹീമോഫീലിയ അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ബ്ലീഡിംഗ് ടൈം ചെയ്യുന്നത്. നോർമൽ റേഞ്ച് 2.5 to 7.5 മിനിറ്റ്സ് ആണ്. പിന്നെ ആസ്പിരിൻ ആൻഡ് അതർ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് പ്രൊലോങ് ബ്ലീഡിംഗ് ടൈം. അപ്പോൾ അത് ചില ഡ്രഗ്സിനൊക്കെ ആ ഒരു ബ്ലീഡിംഗ് ടൈം കൂട്ടാനുള്ളതുണ്ട്. പക്ഷേ നോർമൽ ആയിട്ടുള്ളൊരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ 2.5 മിനിറ്റ് തൊട്ടിട്ട് 7 മിനിറ്റിനകത്ത് ഈ ഒരു ബ്ലീഡിംഗ് സ്റ്റോപ്പ് ആവും. ഓക്കെ, ഇനി ആ ഡ്യൂക്ക് മെത്തേഡ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. യൂഷ്വലി നമുക്കത് ഇയർ ലോബ്സിമെന്ന് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും കോമൺ നമ്മൾ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ലാബിലൊക്കെ പോയി ചെയ്യുമ്പോൾ നമ്മുടെ ഫിംഗർ ടിപ്പിൽ നിന്നാണ് ബ്ലഡ് എടുക്കുന്നത്. ഓക്കെ, ഫിംഗർ ടിപ്പിൻ്റെ മുകളിൽ ലാൻസെറ്റ് എന്ന് പറയുന്നൊരു കുഞ്ഞു നീഡിലാണ്. അപ്പോൾ ലാൻസെറ്റ് വെച്ചൊരു കുത്തു കൊടുക്കും. അപ്പോൾ അതിൻ്റെ മുകളിൽ ബ്ലഡ് വരും. അപ്പോൾ ആ ബ്ലഡ് ഡ്രോപ്പ് നമ്മൾ ഒരു ഫിൽറ്റർ പേപ്പർ വെച്ചിട്ട്, അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫിൽറ്റർ പേപ്പർ ഉണ്ട്, റൗണ്ട് ഷേപ്പിലിരിക്കുന്ന. ആ ഫിൽറ്റർ പേപ്പറിൻ്റെ മുകളിൽ നമ്മൾ ഓരോ 30 സെക്കൻഡ്സ് കൂടുമ്പോൾ ഇങ്ങനെ വരുന്ന ബ്ലഡ് ഡ്രോപ്പ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒറ്റിച്ചുകൊണ്ടിരിക്കും. ഒറ്റിക്കല്ല, ഫിൽറ്റർ പേപ്പർ നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യും. അപ്പോൾ അങ്ങനെ അതിങ്ങനെ ഓരോ 30 സെക്കൻഡ്സ് കൂടുമ്പോൾ 30 സെക്കൻഡ്സ് കൂടുമ്പോൾ അതിങ്ങനെ നമ്മൾ ഫിൽറ്റർ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ ബ്ലോട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ തവണ 30 സെക്കൻഡ്സ് കഴിയുമ്പോൾ ഒരു പ്രാവശ്യം ആ പേപ്പറിൻ്റെ മുകളിൽ നമ്മുടെ കൈ പ്രസ് ചെയ്യാൻ പാടില്ല, വളരെ ലൈറ്റായിട്ട് മാത്രം ടച്ച് ചെയ്യുക. അപ്പോൾ ആ ബ്ലഡ് സ്പോട്ട് അവിടെ വരും. അങ്ങനെ സ്പോട്ട്സ് നമ്മൾ വെച്ച് എപ്പോഴാണോ ആ സ്പോട്ട് ഇല്ലാതെ ആവുന്നത്, സ്പോട്ട് തീരെ വിസിബിൾ അല്ലാതെ അല്ലെങ്കിൽ തീരെ കാണാതെ ആവുന്നത്, അതാണ് നമ്മുടെ എൻഡ് പോയിന്റ് എന്ന് പറയുന്നത്. അതാണ് ആ ഒരു ടെസ്റ്റ്, ഡ്യൂക്ക് മെത്തേഡ് എന്ന് പറയുന്ന ആ ഒരു ടെസ്റ്റിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വിത്ത് ദ ഡ്യൂക്ക് മെത്തേഡ് ദ പേഷ്യൻ്റ് ഇസ് pricked with a special needle or lancet, preferably on the ear lobe or fingertip, after having been swabbed with alcohol. Sterilize ചെയ്യും നമ്മൾ. The prick is about 3 to 4 millimeter deep. The technician then wipes the blood every 30 seconds with a filter paper. The test ceases when bleeding ceases. Usual time is about 1 to 3 minutes. അത് 5 minutes വരെ ചിലപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, നോ റിപ്പീറ്റ് ടെസ്റ്റിംഗ് ഇസ് അലൗഡ് ഡ്യൂ ടു സ്പേസ്. അത് ആ ഫിൽറ്റർ പേപ്പർ ബ്ലോട്ട് ചെയ്യുന്നത് പോലെ ഇരിക്കും നമ്മൾ എത്ര ചെയ്തു എന്നുള്ളത്. Then the test causes nervousness in the patient, and this test method is the easiest to perform, but it is the least standardized and has the less precision and accuracy. നമുക്കത് കംപ്ലീറ്റ് ആക്യുറേറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ വളരെ ഈസി ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയത് ഫസ്റ്റ് ഇതായിട്ട് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് എയ്ഡ് എന്നൊക്കെ പറയില്ല, അതുപോലെ തന്നെ ഫസ്റ്റ് ടെസ്റ്റ് എന്നുള്ള രീതിയിൽ ചെയ്യുന്നത് ഈ ഡ്യൂക്ക് മെത്തേഡ് കൂടെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ആ ഫിൽറ്റർ പേപ്പറിൻ്റെ ഒരു സ്ട്രക്ചർ ഇങ്ങനെ വരും. റൗണ്ട് ഫിൽറ്റർ പേപ്പർ ആയിരിക്കും. അപ്പോൾ ഈ ഫസ്റ്റ് നമ്പറിൽ കാണിച്ചിരിക്കുന്നത് നമ്മൾ ആദ്യം വെക്കുന്ന ഇതാണ്, ബ്ലഡ് സ്പോട്ടാണ്. അല്ലെങ്കിൽ ഫസ്റ്റ് 30 സെക്കൻഡ്സ് കഴിഞ്ഞിട്ട്. അത് 2 രീതിയിൽ പറയാറുണ്ട്. ചിലർ
0 സെക്കൻഡ്സ്, അതായത് കയ്യുമ്മ കുത്തിയിട്ട് ആ ബ്ലഡ് വരുമ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് ഡ്രോപ്പ് ആയിട്ട് വെക്കും. അത് 0 സെക്കൻഡ്സ് എന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്യും. ചിലർ അതിനെ അങ്ങനെ തന്നെ ക്യാച്ച് ചെയ്തിട്ട് 30 സെക്കൻഡ്സ് ആകുമ്പോഴാണ് ഫസ്റ്റ് ഡ്രോപ്പ് വെക്കുന്നത്. എനിവേ ഇവിടെ ഇപ്പോൾ അത് 30 സെക്കൻഡ്സ് കഴിഞ്ഞിട്ടാണ് വെച്ചിരിക്കുന്നത്. അതായത് മുറിവ് അത് നമ്മളൊരു കുത്തി എന്നിട്ട് ബ്ലഡ് അതിൽ നിന്ന് വന്നു. അപ്പോൾ ആ കുത്തുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് വാച്ച് സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് 30 സെക്കൻഡ്സ് എപ്പോഴാണോ ആവുന്നത് ആ സമയത്ത് നമ്മൾ ആദ്യത്തെ ഡ്രോപ്പ് വെക്കും. നെക്സ്റ്റ് 30 സെക്കൻഡ്സ് വീണ്ടും വെയിറ്റ് ചെയ്യും, സെക്കൻഡ് ഡ്രോപ്പ് വെക്കും. നെക്സ്റ്റ് 30 സെക്കൻഡ്സ് വീണ്ടും അടുത്തത്. അങ്ങനെ എത്ര ടൈം വരെ നമുക്ക് ഇങ്ങനെ സ്പോട്ട്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ അത്രയും ടൈം നമ്മളിങ്ങനെ വെച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഇവിടുത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഈ 5th സ്പോട്ട് കഴിഞ്ഞ് 6th ഒരെണ്ണം വെക്കും. അപ്പോൾ 6th നോക്കുമ്പോൾ അവിടെ ഒന്നും ഉണ്ടാവില്ല, സ്പോട്ടൊന്നും കാണില്ല. ദാറ്റ് മീൻസ് ബ്ലീഡിങ് ഹാസ് കംപ്ലീറ്റ്ലി സ്റ്റോപ്ഡ്. അപ്പോൾ ഈ 5th പോയിൻ്റാണ് നമ്മുടെ എൻഡ് പോയിൻ്റ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത് 30 സെക്കൻഡ് ഫസ്റ്റ് 30 സെക്കൻഡ്സിലാണ്. അപ്പോൾ 30, 60, 90, 120, 150 സെക്കൻഡ്സ്. ആൻഡ് ദാറ്റ് മീൻസ് 2 minutes 30 seconds ആണ് ഈ ഒരു ആളുടെ ബ്ലീഡിങ് ടൈം എന്ന് പറയുന്നത്, വിച്ച് ഇസ് നോർമൽ. ഓക്കെ, ഇങ്ങനെയാണ് ആ ടെസ്റ്റ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ആക്യുറസിയുടെ പ്രശ്നം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 5th പോയിന്റ് ഇത് ഒരു ലാസ്റ്റ് ഒരു 30 സെക്കൻഡ്സ് ആണ്. ഇത് കഴിഞ്ഞ് നെക്സ്റ്റ് 30 സെക്കൻഡ്സിൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ പോയിന്റ് ഒന്നും കാണുന്നില്ല. ദാറ്റ് മീൻസ് ഇവിടെ വെച്ചിട്ട് അത് ബ്ലീഡിങ് സ്റ്റോപ്പായി. പക്ഷേ ഈ ഒരു 30 സെക്കൻഡ്സിൻ്റെ ഇടയിൽ എപ്പോഴാണ് ബ്ലീഡിങ് സ്റ്റോപ്പ് ആയതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിനൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതാണ് അവിടെ ഒരു ആക്യുറസി പ്രോബ്ലം എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. ഓക്കെ, ദെൻ ദി നെക്സ്റ്റ് ടെസ്റ്റ് ഇസ് ക്ലോട്ടിംഗ് ടൈം. ക്ലോട്ടിംഗ് ടൈം കാപ്പിലറി ട്യൂബ് മെത്തേഡ് വെച്ചിട്ടാണ്. അപ്പോൾ ഇതുപോലത്തെ വളരെ തിന്നായിട്ടുള്ള ഒരു കാപ്പിലറി ട്യൂബ് എടുക്കും, അതിനകത്തേക്ക് ബ്ലഡ് നമ്മൾ കയറ്റി കൊടുക്കും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇതേപോലെ ഒരു ചെറിയൊരു പ്രിക്ക് നമ്മൾ ആ ലാൻസെറ്റ് വെച്ചൊരു കുത്തു കൊടുക്കുമ്പോൾ അവിടെ ബ്ലഡ് അത്യാവശ്യം നല്ല ഡ്രോപ്പായിട്ട് വരും. എന്നിട്ട് ഈ കാപ്പിലറി ട്യൂബിലേക്ക് ഈ പിക്ചറിൽ കാണിച്ച പോലെ സ്ലാൻഡിങ് പൊസിഷനിൽ ആ ബ്ലഡ് ഡ്രോപ്പിൻ്റെ അടുത്തേക്ക് വെച്ചിട്ട് ആ ബ്ലഡ് അതിനകത്തേക്ക് കയറി പോകും. കയറിപ്പോയ ശേഷം നമ്മൾ ഒരു 2 മിനിറ്റോളം ആ പ്രിക്ക് ചെയ്യുന്ന സമയം തൊട്ട് നമ്മൾ സ്റ്റോപ്പ് വാച്ച് ഓൺ ചെയ്യും. എന്നിട്ട് അത് ബ്ലഡ് അതിൻ്റെ ഈ കാപ്പിലറി ട്യൂബിൻ്റെ ഓൾമോസ്റ്റ് 3/4 പോർഷൻ ഫില്ലായി കഴിഞ്ഞാൽ നമ്മൾ ആ ട്യൂബിനെ നമ്മുടെ കൈയിൻ്റെ ഇടയിൽ വെക്കും. 2 കൈകളുടെയും ഇടയിൽ വെച്ചിട്ട് കുറച്ച് നേരം 2 മിനിറ്റ്സോളം നമ്മൾ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. അതെന്തിനു വേണ്ടിയിട്ടാച്ചെങ്കിൽ ആ ഒരു ബോഡി ടെമ്പറേച്ചർ അതിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ആ 2 മിനിറ്റ്സ് കഴിഞ്ഞ ശേഷം 2 minutes 30 seconds ആകുമ്പോൾ നമ്മൾ ഈ ഇതിനെ എന്താ പറയുക കാപ്പിലറി ട്യൂബിനെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആദ്യത്തെ 30 സെക്കൻഡ്സിൽ ബ്രേക്ക് ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും നെക്സ്റ്റ് 30 സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യും, അടുത്ത ബ്രേക്ക് ഇടും. വീണ്ടും നെക്സ്റ്റ് 30 സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യും, നെക്സ്റ്റ് ബ്രേക്കേജ് ഉണ്ടാവും. അങ്ങനെ നമ്മൾ ബ്രേക്ക് ചെയ്ത് എപ്പോഴാണോ ഇതുപോലത്തെ ആ ബ്രേക്കിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ഒരു ഫൈബ്രിൻ ത്രെഡ് നമുക്ക് കിട്ടുന്നത്, ദാറ്റ് ഈസ് ദി എൻഡ് പോയിന്റ്. അതാണ് നമ്മുടെ എൻഡ് പോയിന്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ അതുവരെയും നമ്മൾ ഈ കാപ്പിലറി ട്യൂബ് ഇങ്ങനെ ബ്രേക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. ബ്രേക്ക് ചെയ്ത് എപ്പോഴാണോ നമുക്ക് ഈ ബ്രോക്കൺ പീസസിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു ഫൈബ്രൻ ത്രെഡ് വിസിബിൾ ആവുന്നത്, അതാണ് നമ്മുടെ എൻഡ് പോയിന്റ് ആയിട്ട് പറയുന്നത്. ആൻഡ് യൂഷ്വലി ക്ലോട്ടിംഗ് ടൈം എന്ന് പറയുന്നത്, നോർമൽ ക്ലോട്ടിംഗ് ടൈം എന്ന് പറയുന്നത് 2 to 10 minutes ആണ്. ഓക്കെ, 2 മിനിറ്റ് തൊട്ടിട്ട് 10 മിനിറ്റ് വരെയാണ് നോർമൽ ക്ലോട്ടിംഗ് ടൈം ആയിട്ട് പറയുന്നത്. So clotting time, this is the time taken for the blood to clot outside the vascular system. Then capillary tube method എന്നാണ് ഇതിനെ പറയുന്നത്. Do a puncture on the thumb and fill a non-heparinized capillary tube. Non-heparinized എന്ന് ഉദ്ദേശിക്കുന്നത് anticoagulants ആഡ് ചെയ്യാത്ത capillary tube എന്നാണ്. With the blood and wait for 2 minutes. Break off a piece of the capillary every 30 seconds until you see the thread of the clot sticks to each end of the broken parts. അപ്പോൾ ഇങ്ങനെ ഒരു ഫൈബ്രിൻ ത്രെഡ് വരുന്നത് വരെ നമ്മളിങ്ങനെ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കണം. 30 സെക്കൻഡ്സ് ഇടവിട്ട് ഇൻ്റർവെല്ലിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോഴാണ് നമുക്ക് ആ ഒരു ടെസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ദി 2 ടെസ്റ്റ് ഫോർ ബ്ലീഡിങ്. ഓക്കെ, ബ്ലീഡിങ് നോക്കാൻ വേണ്ടിയിട്ടുള്ള 2 ടെസ്റ്റുകളാണ്. ഓക്കെ, then the next topic is anticoagulants. ഇപ്പോൾ ആൻറ്റികോയാഗുലൻസ് എന്ന് പറഞ്ഞാൽ ആ പേര് തന്നെ അണ്ടർസ്റ്റുഡ് ആണ്. കൊയാഗുലേഷനെ പ്രിവെൻറ്റ് ചെയ്യുന്ന മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഏജൻസ് ആണ് ആൻറ്റികോയാഗുലൻസ് എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ഡിസ്കവേർഡ് ബൈ റിച്ചർഡ് ലെവിഷൻ ഇൻ ദ ഇയർ 1914. And anticoagulants are the substances which prevent the clotting of blood or that postpone coagulation. Okay, ഇതാണ് ആൻറ്റികോയാഗുലൻസിനുള്ള ഡെഫിനിഷൻ. Why doesn't blood clot in the circulation? അപ്പോൾ എന്താണ്
നോർമൽ സർക്കുലേഷനിൽ നമ്മൾ സാധാരണ ബ്ലഡ് ക്ലോട്ടായി എന്ന് കേൾക്കാറില്ല. എന്തെങ്കിലും ഒരു മുറിവുണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ചെന്ന് ഇടിക്കുന്ന സമയത്തൊക്കെയാണ് ഈ ക്ലോട്ടിങ് ഉണ്ടാവുന്നുള്ളൂ. അല്ലാത്ത രീതിയിൽ ബ്ലഡ് വെസലിനകത്ത് ക്ലോട്ട് ചെയ്യുന്നത് എന്തെങ്കിലും ഡിസീസ്ഡ് ആയിട്ടുള്ള കണ്ടീഷനിൽ മാത്രമാണ്. എത്തിറോസ്ക്ലീറോസിസ് എന്ന് പറഞ്ഞിട്ടൊരു കണ്ടീഷൻ കേട്ടിട്ടില്ലെങ്കിൽ അതെന്താണെന്ന് വെച്ചാൽ ഈ ബ്ലഡ് വെസലിനകത്ത് ഫാറ്റ് ഡെപ്പോസിഷൻ, കൊളസ്ട്രോൾ ഡെപ്പോസിഷൻ ഉണ്ടായിട്ട് അവിടെ ഈ ക്ലോട്ട് ഫോം ചെയ്ത് ആ ബ്ലഡ് വെസലിൽ ബ്ലോക്ക് വരുന്നതാണ് എത്തിറോസ്ക്ലീറോസിസ് എന്നുള്ള കണ്ടീഷൻ. ഹാർട്ടിൽ ബ്ലോക്ക് ഉണ്ട് അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ ബ്ലഡ് വെസലിൽ ബ്ലോക്ക് ഉണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ബൈപ്പാസ് സർജറി ചെയ്തു, ആൻജിയോപ്ലാസ്റ്റി ചെയ്തു എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അതൊക്കെ ഇത് തന്നെയാണ് സംഭവം. കൊളസ്ട്രോൾ ഡെപ്പോസിഷൻ കൂടിയിട്ട് ബ്ലഡ് വെസൽസിനകത്ത് ക്ലോട്ട് ഫോം ചെയ്യുന്ന സിറ്റുവേഷനാണ് ഈ എത്തിറോസ്ക്ലീറോസിസ്. അപ്പോൾ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് ഡിസീസ്ഡ് സിറ്റുവേഷൻ ആണ്. പക്ഷെ നോർമൽ കണ്ടീഷൻസിൽ ബ്ലഡ് ക്ലോട്ട് ഈസ് നോട്ട് ഫോംഡ് ഇൻസൈഡ് ദി ബ്ലഡ് വെസൽ. അപ്പോൾ എന്താണ് അതിൻ്റെ റീസൺ? സോ റീസൺസ് ആർ, ഫസ്റ്റ് റീസൺ ഇസ് സ്മൂത്ത് എൻഡോത്തീലിയം ഓഫ് ദി ബ്ലഡ് വെസൽസ്. ഞാൻ ആദ്യമേ പറഞ്ഞു, ബ്ലഡ് ഫ്ലോ ചെയ്ത് പോകുന്നത് എപ്പോഴും എക്സ്ട്രീംലി സ്മൂത്ത് ആയിട്ടുള്ളൊരു എന്താ പറയുക ഇത് കൂടെയാണ്, ലെയറിൽ കൂടെയാണ്, എക്സ്ട്രീംലി സ്മൂത്ത് ആയിട്ടുള്ളൊരു ലെയറാണ്. അപ്പോൾ അതുമായിട്ടാണ് അവർക്ക് കോൺടാക്റ്റ് വരുന്നത്. അപ്പോൾ സ്മൂത്ത് ആയിട്ടുള്ള സർഫസിൽ നമ്മളാണെങ്കിലും അതെ, വളരെ സ്മൂത്ത് ആയിട്ടുള്ള സർഫസിൽ കൂടെ നമ്മൾ വളരെ സ്പീഡിൽ നടന്നു പോവോ? ഇല്ല. നടന്നു പോയാൽ എന്ത് സംഭവിക്കും? നടു അടിച്ചവിടെ വീഴും അല്ലേ, വളരെ സ്ലിപ്പറി ആയിരിക്കും. അപ്പം അതുകൊണ്ട് അതേപോലെ തന്നെ സ്മൂത്ത് ആയിട്ടുള്ള എൻഡോത്തീലിയം ആയത് കാരണം ഈ ബ്ലഡ് സെൽസിന്, എസ്പെഷ്യലി പ്ലേറ്റ്ലെറ്റ്സിന് എവിടെയും പോയിട്ട് അറ്റാച്ച് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പം അതാണ് ഫസ്റ്റ് റീസൺ. Then second reason, continuous flow of blood through the blood vessels without any interruption. എവിടെയും ഒരു ബ്ലോക്ക് ഇല്ലാതെ ഏത് സമയവും ബ്ലഡ് ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതായത് ആ ഫീറ്റസ് ഡെവലപ്പ് ചെയ്ത സമയം തൊട്ടിട്ട് ജീവിതം അവസാനം വരെയും ഒരു ഇൻറ്ററപ്ഷനും കൂടാതെ ബ്ലഡ് ഫ്ലോ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നത് കൊണ്ട് ആണ് ബ്ലഡ് ക്ലോട്ട് ആവാത്തത് എന്നുള്ളതാണ് നെക്സ്റ്റ് റീസൺ എന്ന് പറയുന്നത്. Then the third reason is presence of natural anticoagulants in blood like heparin. Liver produce ചെയ്യുന്നതാണ് heparin എന്ന് പറയുന്നത്. അത് ഓൾറെഡി ബ്ലഡിനകത്തുണ്ട്, സോ അതൊരു ആൻറ്റികോയാഗുലൻ്റ് ആണ്. Then presence of a well organized fibrinolytic system എന്ന് വെച്ചാൽ സീരീസ് ഓഫ് പ്രോസസ്സസ് ബൈ വിച്ച് ദി ക്ലോട്ട് ഗെറ്റ്സ് ഡിസോൾവ്ഡ്. ഞാൻ പറഞ്ഞു ക്ലോട്ട് റിട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രോസസ്സ് ഉണ്ട്. എന്താണ്? ആ പ്ലേറ്റ്ലെറ്റ്സിൻ്റെ ആക്ഷൻ കൊണ്ട് ക്ലോട്ട് ഫോം ചെയ്ത ബ്ലഡ് വെസലിൻ്റെ അകത്തേക്ക് തന്നെ തിരിച്ചു പോകുന്ന കണ്ടീഷൻ. അപ്പോഴാണ് റിപ്പയറിങ്, ഡാമേജ് ആയിട്ടുള്ള ഏരിയയുടെ റിപ്പയർ നടക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ക്ലോട്ടിനെ ബ്ലഡിൻ്റെ അകത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ ഫൈബ്രിനോലൈറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിസ്റ്റം, ഇപ്പോൾ ക്ലോട്ട് എങ്ങനെയാണോ ഫോം ചെയ്തത്, നമ്മൾ ഇൻട്രിൻസിക് പാത്വേ, എക്സ്ട്രിൻസിക് പാത്വേ ഒക്കെ പഠിച്ചു, അതേപോലെ തന്നെ ഒരു പാത്വേ ഉണ്ട്, ഫൈബ്രിനോലൈറ്റിക് പാത്വേ എന്നാണ് അതിനെ പറയുന്നത്. ആ പാത്വേയിൽ കൂടെ ഈ ഫോം ചെയ്തിട്ടുള്ള ക്ലോട്ടിനെ ഡിസ്ട്രോയ് ചെയ്ത് അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്തിട്ട് അതിനെ ഡിസോൾവ് ചെയ്ത് കളയുന്നു. അതിനെയാണ് ഫൈബ്രിനോലൈറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത്. ഫൈബ്രിനോ എന്ന് പറഞ്ഞാൽ ഫൈബ്രിൻ ത്രെഡ്, ലൈറ്റിക് എന്ന് പറഞ്ഞാൽ ബ്രേക്കേജ്. അപ്പോൾ അങ്ങനത്തെ ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള, വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഫൈബ്രിനോലൈറ്റിക് സിസ്റ്റം നമ്മുടെ ബോഡിക്കകത്ത് പ്രസൻ്റ് ആണ്. അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ക്ലോട്ട് ഉണ്ടെങ്കിൽ തന്നെ ഈ ഫൈബ്രിനോലൈറ്റിക് സിസ്റ്റം അതിനെ നശിപ്പിച്ച് കളഞ്ഞോളും. സോ അതും ക്ലോട്ട് ഫോം ചെയ്യാതിരിക്കാനായിട്ട് സഹായിക്കുന്നു. And the last one is inactive clotting factors in blood that gets activated only upon stimulation. പറഞ്ഞല്ലോ, എന്തെങ്കിലും തരത്തിലുള്ള ബ്ലഡ് വെസൽ ഡാമേജോ അല്ലെങ്കിൽ ടിഷ്യൂ ഡാമേജോ ഒക്കെ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ആക്ടിവേറ്റഡ് ആവുന്നത്. അല്ലാത്ത പക്ഷം എല്ലാ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സും ഇനാക്റ്റീവ് സ്റ്റേറ്റിലാണ് കാണുന്നത്. സോ ദീസ് ആർ ദി റീസൺസ് വൈ ബ്ലഡ് ഡസൻ ക്ലോട്ട് ഇൻ ദി സർക്കുലേഷൻ. ഇൻ കേസ് ബ്ലഡ് വെസലിനകത്ത് ക്ലോട്ട് ഫോം ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് ക്ലോട്ട് is called thrombus. 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 Okay. Next is about the types of anticoagulants. എന്താണ് മാത്രം അറിയാനുള്ളതേ ഉള്ളൂ. So there are 4 types of anticoagulants. Natural anticoagulants, anticoagulants used in blood banks, anticoagulants used in laboratory, and therapeutic anticoagulants. ഇങ്ങനെ 4 ടൈപ്പ് ആയിട്ടാണ് ആൻറ്റികോയാഗുലൻസിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. The first one is natural anticoagulants. Natural anticoagulants എന്ന് പറഞ്ഞാൽ പേര് തന്നെ അണ്ടർസ്റ്റുഡ് ആണ്, പ്രസന്റ് വിത്തിൻ ദി ബോഡി. ഇനി ഏതൊക്കെയാണ് നാച്ചുറൽ ആൻറ്റികോയാഗുലൻസ്? They are എൻഡോത്തീലിയം ഓഫ് ബ്ലഡ് വെസൽ. ആദ്യമേ പറഞ്ഞു അതന്നെ ഒരു നാച്ചുറൽ ആൻറ്റികോയാഗുലൻ്റ് ആണ്
prevents activation of factor number 12, help in fibrinolysis and produces prostaglandins that oppose platelet activation. Then factors in fibrinolytic system. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. അപ്പോൾ അതിനകത്ത് വരുന്ന ഫാക്ടേഴ്സാണ് ആൻറ്റി ത്രോംബിൻ, പ്രോട്ടീൻ സി, പ്രോട്ടീൻ എസ്, ത്രോംബോമോഡലിൻ എക്സെട്ര. അപ്പോൾ ഇതൊക്കെയാണ് അതിനകത്ത് വരുന്ന ഫാക്ടേഴ്സ്, ഈ ഫൈബ്രിനോലൈറ്റിക് സിസ്റ്റത്തിനകത്ത് വരുന്നത്. അപ്പോൾ ഇവരെല്ലാവരും നാച്ചുറൽ ആൻറ്റികോയാഗുലൻസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ആൻഡ് ദി നെക്സ്റ്റ് ആൻറ്റികോയാഗുലൻ്റ് ഇസ് ഹെപ്പാരിൻ. So heparin is a powerful anticoagulant having short duration of activity. കുറച്ച് നേരത്തേക്ക് ഉണ്ടാവുള്ളൂ, പക്ഷേ അതൊരു വളരെ പവർഫുൾ ആയിട്ടുള്ള ആൻറ്റികോയാഗുലൻ്റ് ആണ്. ആൻഡ് മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ഫെസിലിറ്റേറ്റ്സ് ആൻറ്റിത്രോംബിൻ 3 വിച്ച് ഇൻഹിബിറ്റ്സ് ആക്ടിവേറ്റഡ് ഫാക്ടേഴ്സ് ലൈക്ക് 2, 9, 11, 12 ആൻഡ് കാലിക്രിൻ. ഈ പറഞ്ഞ ഇത്രയും ആക്ടിവേറ്റഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സിനെ എല്ലാം ഇനാക്റ്റീവ് ആക്കുക. അതേപോലെ തന്നെ ആൻറ്റി ത്രോംബിൻ 3 എന്ന് പറഞ്ഞ ഫൈബ്രിനോലൈറ്റിക് സിസ്റ്റത്തിൽ വരുന്ന ആ ഒരു ഫാക്ടറിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള ആക്ടിവേറ്റഡ് ഫാക്ടേഴ്സിനെ എല്ലാം ഇനാക്റ്റീവ് ആക്കുക എന്നുള്ളതാണ് ഹെപ്പാരിൻ്റെ മെയിൻ ഫങ്ഷൻ. ആൻഡ് ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി ലിവർ. ദെൻ ആൻറ്റികോയാഗുലൻസ് യൂസ്ഡ് ഇൻ ബ്ലഡ് ബാങ്ക്സ്. ബ്ലഡ് ബാങ്കിൽ യൂസ് ചെയ്യുന്നത് acid citrate dextrose forms a complex with calcium and decreases ionic calcium levels. ഇപ്പോൾ കാൽഷ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ ബ്ലഡ് ക്ലോട്ടിംഗ് മെക്കാനിസത്തിൽ. നമ്മൾ ആ പാത്ത് വേ പഠിച്ചപ്പോൾ അവിടെ പറഞ്ഞിരുന്നു. അപ്പോൾ ബ്ലഡിനകത്തുള്ള ആ കാൽഷ്യവുമായിട്ട് ആസിഡ് സിട്രേറ്റ് ഡെക്സ്ട്രോസ് കോംപ്ലക്സ് ഫോം ചെയ്യും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താ, ഫ്രീ കാൽഷ്യം അവിടെ അൺഅവൈലബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ക്ലോട്ടിങ്ങിനെ അത് പ്രിവെൻറ്റ് ചെയ്യും. അതേപോലെ തന്നെ വരുന്ന മറ്റൊരു കോമ്പൗണ്ടാണ് സിട്രേറ്റ് ഫോസ്ഫേറ്റ് ഡെക്സ്ട്രോസ്. അത് ആസിഡ് സിട്രേറ്റ് ഡെക്സ്ട്രോസ് പോലെ തന്നെയുള്ള സെയിം ആക്ഷൻ തന്നെയാണ് അവിടെയും വരുന്നത്. ദെൻ ആൻറ്റികോയാഗുലൻസ് യൂസ്ഡ് ഇൻ ലബോറട്ടറി. ഇപ്പോൾ ലാബിൽ യൂസ് ചെയ്യുന്നതാണ് സോഡിയം സിട്രേറ്റ്. ഇറ്റ് ഫോംസ് ഡബിൾ സോൾട്ട് വിത്ത് കാൽഷ്യം. അത് ESR, എറിത്രോസൈറ്റ് സെഡിമെൻറ്റേഷൻ റേറ്റ് എന്നുള്ള ഒരു ടെക്നിക്കിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ദെൻ സോഡിയം സൾഫേറ്റ്, അത് RBC കൗണ്ട് എസ്റ്റിമേഷനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ദെൻ EDTA എന്ന് പറയുന്നത് എത്തലീൻ ഡൈ അമീൻ ടെട്രാ എസറ്റേറ്റ്. അതാണ് അതിൻ്റെ ഫുൾ ഫോം, എത്തലീൻ ഡൈ അമീൻ ടെട്രാ എസറ്റേറ്റ്. അപ്പോൾ അതും ഇതേപോലെ തന്നെ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നൊരു ആൻറ്റികോയാഗുലൻ്റ് ആണ് EDTA എന്ന് പറയുന്നത്, ലാബിലൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ESR, ബ്ലഡ് യൂറിയ, ബ്ലഡ് ഗ്ലൂക്കോസ് അങ്ങനെയുള്ള എല്ലാ ടെസ്റ്റുകൾക്കും യൂസ് ചെയ്യുന്നത് EDTA ആണ്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് തെറാപ്യൂട്ടിക് ആൻറ്റികോയാഗുലൻസ്, അതായത് നമ്മൾ മരുന്നായിട്ട് കൊടുക്കുന്ന ആൻറ്റികോയാഗുലൻസ്. അപ്പോൾ അതിലൊന്ന് ഹെപ്പാരിൻ ആണ്, സിന്തറ്റിക് ഹെപ്പാരിൻ എന്ന് പറയും, പുറത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹെപ്പാരിൻ. ആൻഡ് വൈറ്റമിൻ K ആൻറ്റഗോണിസ്. ഇപ്പോൾ വൈറ്റമിൻ K എന്ന് പറയുന്നതും ഒരു എന്താ പറയുക ഇതാണ്, കൊയാഗുലൻ്റ് ആണ്. അതായത് വൈറ്റമിൻ കെയുടെ പ്രസൻസിൽ മാത്രമാണ് ബ്ലഡ് കൊയാഗുലേഷൻ നടക്കുന്നത്, ബ്ലഡ് ക്ലോട്ടിങ്. വൈറ്റമിൻ K ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് ബ്ലഡ് ക്ലോട്ടിങ്ങിന് വേണ്ടിയിട്ട്. സോ വൈറ്റമിൻ K ആൻറ്റഗോണിസ് എന്ന് പറയുമ്പോൾ വൈറ്റമിൻ Kക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ മെറ്റീരിയൽസ്. അതിലൊന്നാണ് വാർഫറിൻ. വാർഫറിൻ എന്ന് പറയുന്നൊരു ഡ്രഗിൻ്റെ പേരാണ്. ദെൻ കൗമാരിൻ ഡെറിവേറ്റീവ്സ് ലൈക്ക് ഡൈക്യുമറോളൊക്കെ ഈ ഹാർട്ട് പേഷ്യൻസിനൊക്കെ കൊടുക്കാറുണ്ട്. ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അത്തരം പേഷ്യൻസിനൊക്കെ ഈ ഡൈക്യുമറോളും അങ്ങനത്തെ ആൻറ്റികോയാഗുലൻസ് കൊടുക്കാറുണ്ട്. ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിവെൻറ്റ്സ് ദി സിന്തസിസ് ഓഫ് ഫാക്ടേഴ്സ് 2, 7, 9 ആൻഡ് 10, പ്രോട്ടീൻ സി and protein S by competitive inhibition. ഇപ്പോൾ വൈറ്റമിൻ K റിസെപ്റ്റേഴ്സിനെ കോമ്പറ്റേറ്റീവ്ലി ഇൻഹിബിറ്റ് ചെയ്യും. ഈ ഡൈക്യുമറോളും വാർഫറിനൊക്കെ കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയുണ്ടാവും. ആ ഒരു സെയിം ഏരിയയിൽ പോയിട്ട് അതേ ഷേപ്പിലുള്ള സബ്സ്ട്രേറ്റിൻ്റെ അതേ ഷേപ്പിലുള്ള മെറ്റീരിയൽസ് പോയിട്ട് ആ ഒരു എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നതാണ് കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ. അപ്പോൾ അത്തരത്തിൽ കൂടെ ഈ പറഞ്ഞ വൈറ്റമിൻ K ആൻറ്റഗോണിസ് ഈ ഫാക്ടേഴ്സിൻ്റെ എല്ലാം സിന്തസിസിനെ അവിടെ ഇൻഹിബിറ്റ് ചെയ്യും. അപ്പോൾ ഇൻഹിബിറ്റ് ചെയ്യുമ്പോൾ ആൻറ്റികോയാഗുലേഷൻ മോഡിലേക്കാണ് അത് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് അബൌട്ട് ആൻറ്റികോയാഗുലൻസ് ആൻഡ് ഇറ്റ്സ് ടൈപ്സ് ആൻഡ് ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ്. ഇത് രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. സോ പ്ലീസ് study it well, and this much about these two topics. So thank you.